മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. സിസ്റ്റർ, നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം വളരെയധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അഭിമുഖീകരിക്കുന്ന ആളുകളാണല്ലോ. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഈ സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് പുറത്തു കടക്കാൻ സാധിക്കുക? ഓക്കെ, ഞാൻ ഓർക്കുകയാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഞങ്ങളുടെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസത്തെ കുറിച്ച് അല്ലെങ്കിൽ സ്ട്രെസ് റിലേറ്റഡ് കാറ്റഗറൈസേഷനെ കുറിച്ച് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഞങ്ങളുടെ ഡീനോട് ചോദിച്ചു, സാറേ പൂർണ്ണമായിട്ട് സ്ട്രെസ് ഇല്ലാണ്ടിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് സാറ് പറഞ്ഞൊരു കാര്യം, അതിന് നീ ഒരു പെട്ടിയിൽ ഇങ്ങനെ കിടക്കണം, നമ്മൾ പറയണേ മുക്കി പഞ്ഞിയൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കുന്നൊരു കാലഘട്ടം, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് ഇല്ലാത്തതെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം വേറൊന്നും അല്ല, നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്ട്രെസ് ആൻഡ് സമ്മർദ്ദം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ശാരീരിക മാനസിക റിയാക്ഷനാണ്. അതിപ്പം നമ്മൾക്കൊരു കാര്യം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ സാഹചര്യം നമ്മളിൽ നിന്നൊരു കാര്യം ഡിമാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ദാറ്റ് വി ഫീൽസ് ദാറ്റ് ഓക്കെ, ഇതെനിക്കൊരു ത്രട്ടണിങ് ആണ്, എനിക്കിതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമ്മുടെ ശാരീരിക മാനസിക അവസ്ഥ നമുക്ക് തരുന്ന, നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊട്ടക്ഷനാണ് അല്ലെങ്കിൽ ഒരു റിയാക്ഷനാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പം സ്ട്രെസ്സിനെ സാധാരണ സൈക്കോളജിസ്റ്റ് പറയുന്നത് കോമ്പിനേഷനാണ്. അതായത് ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള റിയാക്ഷനുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് പേടി വരുമ്പോഴത്തേക്ക് എന്താ പാൽപിറ്റേഷൻ കൂടും, അതായത് നമ്മുടെ ആ ഒരു ബ്രീത്തിങ് കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ നെഞ്ചിടിപ്പ് നമുക്ക് കൂടും, അതുപോലെ പെട്ടെന്ന് നമ്മൾ സ്വെറ്റ് ചെയ്യും ഒക്കെ. ഇതുപോലെ തന്നെ ഒരു നമുക്ക് ഒരു ഇമോഷണലായിട്ട് എന്താ ഇറിറ്റബിൾ ആകും നമ്മൾ പെട്ടെന്ന്, ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് സാഡ് ആകും. മെൻ്റലി എന്താകും, മെൻ്റൽ വർക്കുകൾ, അതായത് നമ്മുടെ കോഗ്നേറ്റീവ് വർക്കുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരും, പെട്ടെന്ന് അശ്രദ്ധമായി പോകും, ബിഹേവിയറലി നമ്മൾ ചിലപ്പോൾ വിറയ്ക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനെയാണ് നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സിൽ തന്നെ സ്ട്രെസ്സിൽ തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ. പോസിറ്റീവ് അതായത് ഒരു മനുഷ്യന് വളരാനുള്ള ഒരു എനർജിയും കൂടി ഇതിൽ കിട്ടുന്നുണ്ടെന്ന് പറയാം അല്ലേ? തീർച്ചയാണ്. കാരണം നമുക്കൊരു ഒപ്റ്റിമം ലെവൽ ഓഫ് സ്ട്രെസ് നമുക്ക് ആവശ്യമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നു, ഈ സംസാരിക്കാനായിട്ട് എഫേർട്ട് എടുക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ചെറിയ രീതിയിലുള്ള സ്ട്രെസ് വേണം, എങ്കിലേ നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയത്തെ ഊന്നിക്കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന നമ്മുടെ ആ നോളജിനെ എടുത്തുകൊണ്ട് നമുക്കതിനെ നമ്മൾ ഇതിനു മുൻപ് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് റിട്രൈവ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം സാധാരണയായിട്ട് നമുക്ക് ഈ സ്ട്രെസ്സിനെ തന്നെ ഡിസ്ട്രെസ് എന്നും യൂസ്ട്രെസ് എന്നും പറഞ്ഞ് തിരിക്കാം. യൂസ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മൾ പറയാം, നമ്മൾക്കൊരു റാങ്ക് കിട്ടി, ഡിഗ്രിക്ക് റാങ്ക് കിട്ടി, റാങ്ക് ജേതാക്കളെയൊക്കെ അനുമോദിക്കുന്ന ഒരു കർമ്മമാണ്. ആ ഒരു സമയത്ത് നമ്മുടെ പേര് വിളിക്കുന്നു, അപ്പോൾ ഫസ്റ്റ് റാങ്ക് ഗോസ് ടു എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു, നമ്മുടെ പേര് കേൾക്കുന്നു, നമ്മൾ സ്റ്റേജിലേക്ക് കയറി വരണം. അവിടെ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുന്നൊരു സ്ട്രെസ് ഉണ്ട് അല്ലേ. ആ ഒരു സ്ട്രെസ് തന്നെ നമ്മളെ പേടിച്ചിട്ടല്ല, സംതിങ് വിച്ച് ഈസ്, അപ്പോൾ എന്താ ഒരു നല്ലൊരു കാര്യം നമ്മളിൽ നടന്നു. അപ്പോൾ അത് നമ്മുടെ മൈൻഡ് എങ്ങനെ അതിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ചലഞ്ചിങ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ. അപ്പോൾ പെട്ടെന്ന് ഫിസിയോളജിക്കലി നമ്മുടെ ഈ ഹാർട്ട് റേറ്റ് ഒക്കെ കൂടുന്നു, അങ്ങനെ പോകുന്നു. അതിനെയാണ് നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് ചില പുതിയ മാറ്റങ്ങൾ സംഭവിക്കാൻ വരുന്നതിന് മുമ്പേ നമ്മൾ അനുഭവിക്കുന്ന ചില അസ്വസ്ഥതകളുണ്ട്, ഉണ്ടാകും. ഇപ്പൊ ഒരു ജോലി കിട്ടി, നമ്മൾ ആദ്യമായിട്ട് ചെന്ന് ജോലിക്ക് ജോയിൻ ചെയ്യുന്നു, നമ്മൾ ആ രജിസ്റ്ററിൽ സൈൻ ചെയ്യാനായിട്ട് പോകുന്നു. സോ അവിടെ ഒരു സ്ട്രെസ് തരുന്നുണ്ട്. ആ സ്ട്രെസ് നെഗറ്റീവ് അല്ല, ദാറ്റ് ഈസ് എ പോസിറ്റീവ് സ്ട്രെസ്. ആ ഒരു മൊമെന്റ് ഒക്കെ നമ്മൾ ഓർത്തിരിക്കും അല്ലേ. ഇപ്പൊ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കല്യാണ ദിവസം, അയ്യോ ഞാൻ ഓർത്തിരിക്കുന്നത് ഇതേപോലെയാണ്. അപ്പോൾ ഒരിക്കൽ എന്നോടൊരു ഒരാൾ പറഞ്ഞതാണ്, കല്യാണത്തിന് അതായത് ഒരു 6-7 വർഷക്കാലം പ്രണയിച്ച് നടന്നിട്ട്
ഭയങ്കര ചലഞ്ചിങ് ആയിട്ടൊരു കല്യാണമൊക്കെ നടന്ന് ഈ താലി കെട്ടാൻ പോയപ്പോഴത്തേക്കും പേടിച്ചിട്ടാണോ എന്താണോ എനിക്ക് കൈവറച്ചിട്ട് കെട്ടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും അതൊരു യൂസ്ട്രെസ് ആണ്. അതായത് സന്തോഷത്തിന്റെ ഒരു അനുഭവം നമുക്കിങ്ങനെ ഒരു സമ്മർദ്ദമായിട്ട് വരുന്നു. ഇതുപോലെ ഡിസ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കതിനെ കടന്നു പോകാൻ പറ്റുന്നില്ല. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടൊരു ചലഞ്ചിങ് മോഡ് അവിടെ ഇരിക്കുമ്പോൾ നമുക്കതിനെ കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇനി ഈ സ്ട്രെസ്സ് തന്നെ അക്യൂട്ട് സ്ട്രെസ്സും ഉണ്ട്, ക്രോണിക് സ്ട്രെസ്സും ഉണ്ട്. അക്യൂട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു കാര്യം നമ്മളോട് പെർഫോം ചെയ്യാൻ പറയുന്നു, അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു അക്യൂട്ട് സ്ട്രെസ്. അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാനായിട്ട് നമ്മൾ ആ ഹോളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്സിനെയാണ് അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചിലപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് ഒത്തിരി നാളുകളായിട്ട് ഈ സ്ട്രെസ് ഉണ്ട്. അത് ഓരോ ദിവസവും നമ്മളിങ്ങനെ വേഴ്സണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാത്തൊരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഒരു അസുഖമായിരിക്കാം. അസുഖത്തിന് എന്നതിനൊരു ഭേദം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങിക്കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനൊന്നും വേണ്ട രീതിയിലുള്ള ഒരു റിയാക്ഷൻ നമുക്ക് കാണുന്നില്ല. അപ്പോൾ അതൊരു ക്രോണിക് സ്ട്രെസ്സാണ്. ഈ ക്രോണിക് സ്ട്രെസ്സ് തന്നെ ഒരു മനുഷ്യനെ ഭയങ്കരമായിട്ട് വൾണറബിൾ ആക്കും. ഈ മൾട്ടിപ്പിൾ സ്ട്രെസ് ആൻഡ് ക്രോണിക് സ്ട്രെസ്സാണ് ഒരു മനുഷ്യനെ വളരെ വൾണറബിൾ ആക്കുന്നത്. ഇപ്പം ചിലരൊക്കെ നമ്മൾ പറയത്തില്ലേ, കുറേ നാളുകളായിട്ട് അങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യമാണ്. ഇപ്പം ചില മാരിറ്റൽ ലൈഫിലൊക്കെ നമ്മൾ പറയും കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ സ്വഭാവം തന്നെ മാറിപ്പോയി, അവരിങ്ങനെയുള്ള ഒരാളെ അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രെസ്സും ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സും ഒക്കെ നമ്മളുടെ ഫിസിയോളജിക്കൽ, ചിലപ്പോ ആ സ്വഭാവം തന്നെ രണ്ട് രീതിയിലാവാം അല്ലെ, നെഗറ്റീവായിട്ട് വരാം, പോസിറ്റീവായിട്ട് വരാം. ചിലര് എല്ലാത്തിനെയും അങ്ങോട്ട് മറികടക്കാനുള്ള ഒരു എനർജി കിട്ടിയ പോലത്തെ ഒരു ഇതിലേക്ക് മാറും. ചിലർ പെട്ടെന്ന് അതിനെ കോപ്പപ്പ് ചെയ്യും, എന്ത് ചെയ്യാനാ, അത് സാരമില്ല. പക്ഷെ ചിലർക്ക് അവിടെ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് നമ്മൾ പറയും. കുറേ നാൾ ഇതേപോലെ ഒരാളുടെ കൂട്ടത്തിൽ ജീവിച്ചു, പറഞ്ഞിട്ടും കാര്യമില്ല, പറഞ്ഞില്ലെങ്കിലും കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും, അതേപോലെ തന്നെ അങ്ങ് പോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതേപോലത്തെ ഏതവസരം വന്നാലും ഇവരിങ്ങനെ തന്നെ റിയാക്ട് ചെയ്യത്തുള്ളൂ. സിസ്റ്റർ, ഈ സ്ട്രെസ്സും പേഴ്സണാലിറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമുക്കറിയാം, ഈ ആങ്ഷ്യസ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റിക്കാരാണ് കൂടുതൽ സ്ട്രെസ് വൾണറബിൾ പേഴ്സൺസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം തന്നെ, ഒരു ജീവിതാനുഭവം തന്നെ ഒരാൾക്കത് ഒരു പ്രശ്നമല്ല. അതല്ലേ ഇപ്പം എക്സാം നമുക്കറിയത്തില്ല, നമ്മുടെ കൂടെ പഠിച്ചവർ തന്നെയൊക്കെ ആണെങ്കിൽ ചിലർക്ക് എന്നാ ഒത്തിരി പഠിച്ചിട്ടുണ്ടാവുന്നും ഇല്ല, പക്ഷെ അവർക്ക് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതെന്തായാലും മാർച്ചിൽ നടക്കേണ്ട കാര്യമില്ല, അതങ്ങ് നടന്നിരിക്കും എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ ചിലർക്ക് എത്ര പഠിച്ചാലും അവർക്ക് പറ്റുന്നില്ല. ഇപ്പം ഞാനൊരു അടുത്തിടയ്ക്ക് എനിക്ക് വന്നൊരു കേസ്, +2 എക്സാം എഴുതേണ്ടതാ കുട്ടിയാണ്. 10th ക്ലാസ്സിൽ അത് SSLCക്ക് ഫുൾ A+ ആയിരുന്നു. ആ ഒരു സ്കൂളിൻ്റെ തന്നെ ശരിക്കും പറഞ്ഞാൽ റാങ്ക് ഹോൾഡർ ആണ്, പക്ഷേ എക്സാം എഴുതാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതൊരു ആങ്സൈറ്റി പ്രോൺ പേഴ്സണാലിറ്റിയാണ്. അതായത് ഒരു ആങ്ഷ്യസ് ഓറിയന്റഡ് ആണ് ഫിസിയോളജിക്കൽ സിസ്റ്റം. അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങൾക്കും ഇതുപോലെ ഉള്ള റിയാക്ഷൻസ് ആണ്. ഇതിങ്ങനെ, അതായത് ഈ ആങ്സൈറ്റി ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ സ്ട്രെസ് എന്നാണ് ഇപ്പൊ സിസ്റ്റർ പറഞ്ഞു വരുന്നത്. എങ്ങനെ നമുക്ക് അതിനെ ഒന്ന് കുറയ്ക്കാൻ, പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല, എങ്ങനെ കുറയ്ക്കാൻ സാധിക്കാം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട, അതായത് കുറച്ച് ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ ഈ സ്ട്രെസ്സിനെ ഒന്ന് കാണാനായിട്ട് നോക്കണം. ഇപ്പം സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു റിയാക്ഷനാന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സർവൈവൽ സിസ്റ്റമാണ്. ആദ്യകാലത്തൊക്കെ മനുഷ്യൻ ഈ കാട്ടിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ ഇങ്ങനെ അവന് ഭക്ഷണം തേടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കാനായിട്ട് ചെല്ലുമ്പോഴായിരിക്കും കാട്ടുമൃഗങ്ങളുടെ അല്ലെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അല്ലെ ത്രെട്ടണിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാൻ ഉള്ള ചാൻസസ് ഉണ്ട്.
അപ്പോൾ ഇവൻ എന്താ അലേർട്ടായിട്ടിരിക്കണം. അപ്പോൾ ഈ അലേർട്ടായിട്ടിരുന്നു കൊണ്ട് ഏതൊരു സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമോ ആ സാഹചര്യത്തിന് അനുയോജ്യമായിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ത്രൈവ് അല്ലെങ്കിൽ ഒരു എനർജി തരുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ഈ സ്ട്രെസ് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഈ അതിനെയാണ് പറയാം മനഃശക്തി എന്നൊക്കെ പറയില്ലേ നമ്മൾ പറയണം. ഇപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മാനസികമായ ശക്തി, ഉപബോധ മനസ്സിന്റെ ശക്തി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശക്തി അതിൽ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് മറികടക്കാൻ സാധിക്കും പലതിനെ. ആ ഒരു മാനസിക ആരോഗ്യമല്ലേ മനുഷ്യന് വേണ്ടതെന്ന് പറയുന്നത്. അത് വേണം. പക്ഷെ നമ്മളിപ്പോൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഏതൊരു സ്ട്രെസ്സിനെയും മറികടക്കാനുള്ള റിയാക്ഷനിൽ ഒരു 3 തരത്തിലുള്ള റിയാക്ഷൻ സ്റ്റൈലാണ് നമുക്ക് ഫിസിയോളജിക്കലി നമ്മളിൽ ഇന്നേറ്റ് ആയിട്ടിരിക്കുന്നത്. ഒന്ന് അതിൻ്റെ ഒരു ഫൈറ്റ് മോഡാണ്, മറ്റൊന്ന് അതിൻ്റെ ഫ്ലൈറ്റ് മോഡാണ്, മറ്റൊന്ന് അതിൻ്റെ ഫ്രീസ് മോഡാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഫൈറ്റ് മോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുമായിട്ട് മല്ലിട്ട് എനിക്ക് ജയിച്ചു പോകണം. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഒരാൾ, ഇപ്പം നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ഒരാൾ നമ്മുടെ പെൻസിൽ വാങ്ങിക്കാനായിട്ട് വരുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന പെൻസിലാണ് അവരെടുക്കാനായിട്ട് വരുമ്പോൾ നമ്മളതിനെ ഫൈറ്റ് ചെയ്യുവാണ്. അതായത് നമ്മൾ ആ പെൻസിൽ കയറി പിടിക്കുന്നു, അവൻ്റെ കൈ തട്ടി മാറ്റുന്നു, ഉന്തി മാറ്റുന്നു. സോ ദാറ്റ് ഈസ് എ ഫൈറ്റ്. ആ ഫൈറ്റിലൂടെ നമുക്ക് ആ പെൻസിൽ മേടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചില സ്ട്രെസ്സുകൾ നമ്മളിങ്ങനെ ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കണം. പിന്നെ ചിലത് നമ്മൾ പറയും ഫ്ലൈറ്റ് മോഡെന്ന് പറയും. നമ്മൾ അവിടുന്നേ മാറിക്കളയണം അല്ലേ. ഇപ്പോൾ നമ്മളെ ഒരു നായ കടിക്കാൻ വരുന്നു. ഓടി വരുന്ന നായയുടെ മുമ്പിൽ ഞാൻ ആരാന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചിട്ട് അവിടെ മുമ്പിൽ നിന്നിട്ട് കാര്യമുണ്ടോ? അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവിടെ നിന്ന് ഫ്ലൈറ്റ് ചെയ്ത് പോകണം. അതായത് അവിടെ നിന്ന് മാറിക്കളയണം. കാരണം ആ നായക്ക് അറിയില്ല നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു പേവിഷബാധ ഉണ്ടാകുന്നു. മാറിപ്പോവുക, ഒഴിഞ്ഞു മാറുക. പിന്നെ ഉള്ളത് ചിലത് ഫ്രീസ് മോഡാണ്. അതായത് നമ്മൾ പണ്ടത്തെ ഒരു കഥയിൽ പഠിച്ചിട്ടില്ലേ, ഒരു കരടി ഒരാളെ ആക്രമിക്കാനായിട്ട് മാദേവനെന്നോ, അത് ഒരു എനിക്ക് 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ അത് തന്നെ കൂട്ടുകാരൻ നേരെ മരത്തിലേക്ക് കയറി. അയാള് ഫ്ലൈറ്റ് എന്നുള്ള രീതിയിലാണ്, അതായത് ഒഴിഞ്ഞു മാറി ഈ പുള്ളി ഫ്രീസായി, അതായത് അനങ്ങാതെ കിടന്നു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇതുപോലെ തന്നെയുള്ള ഈ ഒരു 3 മൊഡാലിറ്റിയാണ് സാധാരണയായിട്ട് നമുക്ക് ഈ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ളത്. അനങ്ങാതെ കിടക്കുക എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊരു തോൽവിയായിട്ട് വരില്ലേ അവിടെ? അതായത് നമുക്കതിൽ നിന്ന് മറികടക്കണ്ടേ? അപ്പോൾ നമുക്ക് ഒരിക്കലും അതിനെ നമ്മൾ തോൽവിയായിട്ടല്ല, അവിടെയാണ് നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെ ഞാനിത് ചെയ്യണം, where to do that and what to do that, how to do that, to whom to do that എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് എവിടെ, ആരോട്, എപ്പോൾ ചെയ്യണം. ഇപ്പൊ കരടിയുടെ മുൻപിൽ അദ്ദേഹം വന്നിട്ട് കരടി ഇങ്ങനെ മണത്ത് നോക്കുമ്പോഴത്തേക്കും ഇയാളിങ്ങനെ കരടി നിന്നെ ഞാൻ കാണിച്ചു തന്നോളാടെന്നൊക്കെ പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. അപ്പൊ അവിടെ എന്താണ്, അവിടെ അയാൾ ജയിച്ചത് എങ്ങനെയാണ്? ആ ഫ്രീസ് മോഡിലാണ് ജയിച്ചത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ ചിലപ്പോൾ ഈ കുടുംബത്തിലേക്ക് ഫാമിലി അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ചിലരോട് പറയും അത് അയാളുടെ സ്വഭാവത്തിന്റെ ചില പ്രത്യേകതകളാണ്. പേഴ്സണാലിറ്റിയിൽ ഇന്ന ഘടകങ്ങൾ അയാൾക്കുള്ളത് കൊണ്ട് ആ രീതിയിലേ അദ്ദേഹത്തിന് ചിന്തിക്കാൻ പറ്റൂ. നമ്മുടെ ഒരു പ്രീ ഡിസ്പോസിങ് അല്ലെങ്കിൽ ഒരു സ്കേമ പാറ്റേൺ അതാണ്. നമ്മൾ അവിടെ ചെന്ന് അയാളെ പേടിപ്പിച്ചിട്ടോ അയാൾക്കിട്ട് 2 തല്ല് കൊടുത്തിട്ടോ അയാൾ മാറില്ല. അപ്പൊ അവിടെ നമ്മൾ ഏത് മൊഡാലിറ്റി ഉപയോഗിക്കണം? എപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, ഈ സ്ട്രെസ് വരുമ്പോൾ ഈ സ്ട്രെസ്സില് ഏത് മൊഡാലിറ്റി ഉപയോഗിക്കേണ്ടത്? ഇപ്പൊ പരീക്ഷാ പേടിയുള്ളൊരു കുട്ടി മൊഡാലിറ്റിയിൽ എന്നാ ഫ്ലൈറ്റ് ഉപയോഗിച്ചേക്കാം, അതായത് ഒഴിഞ്ഞു മാറിയേക്കാം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അതാണ് പരാജയം. കുടുംബാന്തരീക്ഷത്തിലും അങ്ങനെ തന്നെയല്ലേ, നമുക്ക് അവരെ വിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഡാപ്റ്റ് ചെയ്യാനുള്ള ചില ഒന്നിലെ ഫ്ലൈറ്റ് മോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രീസ് മോഡായിരിക്കും. നമ്മൾ അധികം അതിനെ നമ്മൾ റിയാക്ട് ചെയ്യാത്തൊരു രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഫ്ലൈറ്റ്, അതായത് ആ പിടിവലി കൂടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നതായിരിക്കാം. ഇത് എവിടെ ഉപയോഗിക്കണമെന്നും ആരോട് ഉപയോഗിക്കണമെന്നുമുള്ള വിവേകമാണ് നമ്മളെ സ്ട്രെസ്സിനെ കോപ്പപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട മാനദണ്ഡം. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് വിശദീകരിക്കാമോ? അതെന്താണ്?
ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു സമ്മറൈസേഷനാണ് ശരിക്കും പറഞ്ഞ സ്ട്രെസ് മാനേജ്മെന്റ് എന്നുള്ളത്. നമുക്കറിയാം, ഒഴിച്ചുകൂടാനാവാത്ത ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയാണ് സ്ട്രെസ്, അല്ലെ? സ്ട്രെസ് ഇല്ലാത്ത, ഇപ്പോൾ ഞങ്ങളുടെ ഡീൻ പറഞ്ഞ പോലെ, നീ മരിച്ചു കിടക്കുവാണെങ്കിൽ സ്ട്രെസ് ഇല്ല എന്ന് പറയും. ഇനി നമുക്കറിയില്ല ആ സമയത്ത് സ്ട്രെസ് ഉണ്ടോ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഈ ഒരു സ്ട്രെസ്സിനെ ഞാൻ മറികടക്കാനായിട്ട് ഇതിനു മുൻപ് ചിലപ്പോൾ ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടാവാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു എക്സാം സ്ട്രെസ് ഉണ്ടാവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, കുട്ടി ചിലപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവാം, അത് പഠിച്ചിട്ടുണ്ടാവാം, തലേദിവസം നന്നായിട്ട് കിടന്നുറങ്ങി സ്വസ്ഥമായിട്ടിരുന്നിട്ടുണ്ടാവാം, മറ്റു പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ടിട്ടുണ്ടാവില്ല, ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേ ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അങ്ങനെ പോയപ്പോഴത്തേക്ക് സ്ട്രെസ് കുറഞ്ഞതായിട്ട് തോന്നി. അപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ ആ വ്യക്തി പഠിക്കേണ്ട, ലേൺ ചെയ്യേണ്ട പാസ്റ്റ് എക്സ്പീരിയൻസ് എന്താണ്? ഞാൻ മേ ബി ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ സമ്മർദ്ദങ്ങളില്ലാതെ ഈ പരീക്ഷയെ എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ അല്ലെങ്കിൽ ചില സമ്മർദ്ദങ്ങളിൽ നിന്ന്, ഇപ്പോൾ ചില അനുഭവങ്ങൾ നമുക്ക് ഒരു പ്രാവശ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതേ അനുഭവം വരുമ്പോൾ നമുക്ക് അത്രത്തോളം തോന്നില്ല. അത് അല്ലേ? അതേപോലെ തന്നെയല്ലേ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ കടന്നു പോകും തോറും സമ്മർദ്ദത്തിലൂടെ പോകുമ്പോഴാണെന്ന് തോന്നുന്നു നമുക്കതിനെ മറികടക്കാനും സാധിക്കുക, അല്ലേ? അതെ, ചില സമയങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ഈ പ്രൊക്കാസ്റ്റിനേഷൻ എന്നൊക്കെ കേട്ടു. അതായത് നീട്ടിവെക്കുക. ഒരു കാര്യം ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് നാളെ ആവട്ടെ, നാളെ ആവട്ടെ, അങ്ങനെ നാളെ നീളെ എന്ന് പറഞ്ഞു പോകുന്ന ഒരു കാര്യം. അതൊക്കെ ഒരു തരത്തിൽ ആ സ്ട്രെസ്സിനെ കോപ്പപ്പ് ചെയ്യാതെ അതിൽ നിന്ന് ഫ്ലൈറ്റ് ചെയ്തു പോകുന്ന രീതിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ ഫ്ലൈറ്റിംഗ് മോഡ് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റാഷണലായിട്ട് ഇതിനെ ചിന്തിച്ചെടുക്കുക. നമ്മൾ പറഞ്ഞ അവെയർ ആവണം, എന്താ എന്നെ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യം. ചോദ്യങ്ങൾ നല്ലതാന്ന് തോന്നുന്നു, അല്ലേ? നമ്മുടെ പ്രശ്നം എന്താന്ന് സ്വയം ചോദിച്ച് നമ്മളതിന് ഉത്തരം സ്വയം കണ്ടെത്തുക എന്നുള്ളത് അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ്. ഞാൻ തന്നെ എന്നോട് ചോദിക്കും, എന്തിനാ ഞാൻ ഈ പേടിച്ചത്? ഇത് പേടിച്ച് ഞാൻ ചെയ്യാതിരുന്നാൽ എന്തെല്ലാം കോൺസിക്വൻസസ് ഉണ്ടാകും? ഞാനിത് ചെയ്താല് എനിക്ക് ചിലപ്പോൾ പേടി ഞാനത് പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളതാണ്. ഇനി പരാജയപ്പെട്ടു പോയാലും എന്താ? അല്ലെങ്കിൽ ഞാനിത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്കും വേറൊരാൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരല്പം എഫേർട്ട് എടുത്താലും ഞാനത് ചെയ്താൽ എന്താ? അപ്പോൾ നമ്മൾ ആ സ്ട്രെസ്സിനെ പഠിക്കുവാണ്. അവെയർ ഓഫ് ദാറ്റ് സ്ട്രെസ്, റിയലൈസേഷൻ ഓഫ് ദാറ്റ് സ്ട്രെസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ദാറ്റ് സ്ട്രെസ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ ലേണിംഗ് ജേണലിനെ കുറിച്ചിട്ട് ഇത് ഈ സ്ട്രെസ്സുമായിട്ട് ഒരു ബന്ധമില്ലേ? അല്ലെങ്കിൽ ഇത് നമുക്ക് ഇത് ചില കാര്യങ്ങൾ നമ്മൾ ആ ഒരു പലയിടത്തും ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരുപാട് സമ്മർദ്ദം വരുന്ന സമയത്ത് അത് കുറേ അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് കുറയുന്നത് പോലെ തോന്നും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ആ എഴുതിയതൊന്നും എടുത്ത് വായിക്കുമ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നിപ്പോകുന്ന. അപ്പം ഇങ്ങനെയുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? നമുക്കതിനകത്ത് ഈ ഒരു ഇപ്പോൾ ജേർണലിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് തന്നെയാണെങ്കിലും ചിലപ്പോൾ ചില സ്ട്രെസ്സുകൾ ഇപ്പം നമ്മളെ മറ്റുള്ളവർ ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും, നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കത് എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയത്തില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു റിയാക്ട് ചെയ്യാനുള്ള എനർജിയാണ് നമ്മൾ റൈറ്റിംഗ് ലെവലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഒരു റൈറ്റിംഗ് ലെവലിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു കഥാസിസ് നടന്നു കഴിയുകയാണ് ചെയ്തത്. പിന്നെ ഒരിക്കൽ കടന്നു പോയ, ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുവാണെങ്കിൽ തന്നെ നമ്മൾ അറിയാത്തൊരു വഴിയിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ഒരു ആൻസൈറ്റിയാണ്, അയ്യോ ഇത് തന്നെ ആയിരിക്കുമോ, ഇത് തന്നെ ആയിരിക്കുമോ. ഒരു പ്രാവശ്യം പോയി, 2 പ്രാവശ്യം പോയി, 3 പ്രാവശ്യം പോയി, പിന്നെ അതെന്താണ്, നമുക്ക് കുറച്ച് നമ്മളതിനെ പഠിക്കുവാണ്. അതായത് നമുക്കൊരു ഹാബിറ്റായി തീരുകയാണ്. ഇതുപോലെ തന്നെയാണ് ചില സ്ട്രെസ്സുകൾ. ചില സപ്പോർട്ട്, ഇപ്പോൾ ഈ അറിയാത്ത വഴിയിലൂടെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർത്തു പോയതാണ്. ചിലവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വളരാൻ സാധിക്കുകയുള്ളൂ. അത് ഇല്ലാതായി കഴിഞ്ഞാൽ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇതിനെക്കുറിച്ച് അതായത് ഇപ്പോൾ ഈ പേഴ്സണാലിറ്റിയിൽ തന്നെ ചില ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ട്രെയ്റ്റുകൾ ഉള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും വേറൊരാളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അവരുണ്ടെങ്കിലേ ഇവർക്കത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അവരിൽ തന്നെ റീഅഷ്വറൻസ് കൊടുത്തിരിക്കുന്ന കാര്യം എന്താണ്, വേറൊരാൾ വേണം, അയാളുടെ സാന്നിധ്യം ഉണ്ടാവണം, അല്ലെങ്കിൽ അയാൾ ഇത് കണ്ടിട്ട് അയാൾ റെക്കഗ്നൈസ് ചെയ്യണം ഇത്, എന്നാലേ പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം, പേഴ്സണാലിറ്റി ആണോ അവരുടെ ഒരു
അതൊരു ഓരോ പേഴ്സണാലിറ്റിക്കും ഓരോരോ പക്ഷെ അതിൽ ട്രേറ്റുകൾ മാറ്റങ്ങൾ ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന് സ്വയം മനസ്സിലായി എന്ന് കരുതാം. പക്ഷെ നമുക്കത് മാറ്റേ പറ്റൂ എന്നൊരു തോന്നലുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൽ മാറ്റങ്ങൾ വരുമോ അല്ലെങ്കിൽ വരാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ പറയുന്നത് ചെറിയ ചെറിയ നമ്മൾ ഈ അറ്റോമിക് ഹാബിറ്റ്സ് എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ കംപ്ലീഷൻ കിട്ടുന്നു, ഞാൻ വാലിഡേറ്റ് ചെയ്യുന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ അവിടെ ഞാൻ കൂട്ടിച്ചേർക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ സപ്പോർട്ടാണ്. അപ്പോൾ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ കോപ്പിംഗ് സ്ട്രാറ്റജി വളരെ എളുപ്പമായി തീരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യവും അല്ല. ഇപ്പം പരീക്ഷയ്ക്ക് ഭയങ്കര പേടിയാണ്, എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അടുക്കൽ ഒരു അമ്മ ചെന്ന്, അല്ലെങ്കിൽ അവളെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ ചെന്നിട്ട് സാരമില്ല, നീ ഇപ്പം എഴുതിയിട്ട് വാ, നീ അതിനകത്ത് പരാജയപ്പെട്ടാലും പ്രശ്നമില്ല, അങ്ങനെ ഒരു ഉറപ്പൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ഒരു 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 കോൺഫിഡൻസ് വരുവാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയണ ഈ സ്ട്രെസ് വൾണറബിൾ പീപ്പിളിനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ കൂടെയുള്ളവരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ? അവിടെ നമ്മൾ അറിയണം അയാൾക്ക്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മൾട്ടിപ്പിൾ സ്ട്രെസ്, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുക്കൽ വന്നത്, പുള്ളിയുടെ അതായത് അവർ ആഗ്രഹിച്ച് കല്യാണം കഴിച്ചവരായിരുന്നു. കല്യാണം കഴിച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് കല്യാണം കഴിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ആ പ്രകടനങ്ങളോ സ്നേഹമോ ഒന്നും അല്ല, വീട്ടിൽ ചെന്നപ്പോഴും വല്ലാത്തൊരവസ്ഥയാണ്. അതിൻ്റെയൊക്കെ പേരിൽ പിന്നെ പ്രശ്നങ്ങളായി പിന്നെ കുട്ടികളില്ലായിരുന്നു ഇവർക്ക്. അപ്പോൾ കുട്ടികളില്ലാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളായി, അങ്ങനെ ഡിവോഴ്സ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ പുള്ളിയുടെ ഡിവോഴ്സിങ് പ്രോസസ്സിങ് നടക്കുന്ന അതേ സമയത്താണ് അമ്മയ്ക്ക് സിക്കാകുന്നു. അമ്മ ക്യാൻസർ പേഷ്യൻ്റാന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. സോ ആ അമ്മ ക്യാൻസറായിട്ടിരിക്കുന്നു. ആ ഒരു സമയത്താണ് അയാൾക്കുണ്ടായിരുന്ന ഒരു ഏക സിബ്ലിങ്, ഒരു സഹോദരൻ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. സോ മൾട്ടിപ്പിൾ സ്ട്രെസ്സാണ്. ഇയാൾ ഈ മൾട്ടിപ്പിൾ സ്ട്രെസ് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ അകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യം വന്നത്, ഇവരുടെ ഈ ഡിവോഴ്സിൻ്റെ കാര്യങ്ങളുമായിട്ട് നീങ്ങുമ്പോഴത്തേക്കും ഈ ഹസ്ബൻഡിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, അയാൾ എപ്പോഴെങ്കിലും ആ കുട്ടി ഒന്ന് കാണാൻ ചെല്ലുക. കാരണം ഡിവോഴ്സിന് ഭർത്താവിൻ്റെ വീട്ടുകാരുമായിരുന്നു മുൻകൈ എടുത്തത്. കോയിൻസിഡൻ്റലി എന്തോ ഭാഗ്യവശാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവോഴ്സ് ആയിപ്പോയ ഹസ്ബൻഡ് പുള്ളിക്കാരത്തിയെ വിളിച്ചു, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി പറഞ്ഞു, ഒരു പണി ചെയ്യാം, നമ്മൾ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ടില്ലേ, അവിടെ ഒരു സൗകര്യം ഉണ്ടാവും, ഞാൻ സിസ്റ്ററിനോട് ചോദിക്കട്ടെ, ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ അവിടെ സ്ഥലം കിട്ടുമെന്ന്. കാരണം അവർക്കറിയാം വേറൊരിടത്ത് പോയിരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്. മേ ബി ചിലപ്പോൾ അവർ രണ്ടുപേരും ഞാനുമായിട്ട് സംസാരിച്ചതുകൊണ്ടായിരിക്കാം അവർ വന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലിരുന്ന് സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം, സിസ്റ്ററെ, എൻ്റെ മനസ്സിൽ അയാളോട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയതും മേ ബി അവരുടെ വീട്ടിലെ ശാപമോ കാര്യങ്ങളാണെന്ന് ഞാൻ ഓർത്തിരുന്നു. പക്ഷെ അദ്ദേഹം എൻ്റെ അടുക്കെ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ നിന്ന് വലിയൊരു മല ഉരുകി മാറിപ്പോകുന്നത് പോലെ തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓർക്കുക, ചിലപ്പോഴൊക്കെ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ ചുറ്റുപാടിലൊക്കെ ജീവിക്കുന്നവരൊക്കെ ഒത്തിരി സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. സാമ്പത്തികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ രോഗാവസ്ഥകളായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കാം, പഠിച്ചിട്ടൊരു ജോലി കിട്ടാത്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ എല്ലാം വിറ്റുപെറുക്കി വിദേശ രാജ്യങ്ങളിലേക്ക് പോയി പക്ഷേ നല്ലൊരു ജോലി അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ നമുക്കറിയില്ല, ഒത്തിരിയേറെ സ്ട്രെസ്സിലായിരിക്കാം. പക്ഷെ മേ ബി നമ്മുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്ക് അവർക്ക് ആശ്വാസമേകുന്നുണ്ട് എങ്കിൽ അത് ചെയ്യാനായിട്ട് മടിക്കരുതെന്ന് ഞാൻ പറയും. കാരണം ആ സ്ട്രെസ് വൾണറബിൾ പീപ്പിളിന് ഇതേപോലെ ഒരു അറ്റാച്ച്മെൻറ്റ് വളരെ നല്ലതാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് നമ്മൾ പറയാൻ, ഞാൻ തന്നെ മനസ്സിലാക്കുകയാണ് എനിക്ക് സ്ട്രെസ്സ് കൂടുതലാണ്, ഞാനൊരു ആങ്ഷ്യസ് പ്രോൺ ഒരു പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചില ഇൻ്റർവെൻഷൻസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഡീപ് ബ്രീത്ത് എക്സസൈസ്. സിമ്പിളായിട്ട് എവിടെയെങ്കിലും നമ്മൾ പോയിരിക്കുന്നു, സ്വസ്ഥമായിട്ടിരിക്കുന്നു, പതുക്കെ കണ്ണടച്ചിരിക്കുന്നു, ശ്വാസം നമ്മൾ നന്നായിട്ട് എടുക്കുന്നു, അതായത് ഡീപ്ലി ശ്വാസം എടുക്കുന്നു, കുറച്ച് സമയം നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കുന്നു, അതിനുശേഷം പതുക്കെ നമ്മൾ ആ ബ്രീത്ത് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു സിമ്പിൾ എക്സസൈസാണ്. അതൊരു 10 ടൈംസോ 20 ടൈംസോ നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ തന്നെ നമുക്കൊരു റിലീസ് വരികയാണ്. അവിടെ
സയൻറ്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫിസിയോളജിക്കൽ കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആകുന്നു. അതോടൊപ്പം തന്നെ ജേർണലിങ് നല്ലതാണ്. പിന്നെ നമുക്കറിയാം, വിശ്വാസിയാണ് എങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും പ്രാർത്ഥനകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ആരാധനാലയങ്ങളിൽ പോയിരിക്കുന്ന ഒരവസ്ഥ. പിന്നീട് ഒരു ഗ്രൗണ്ടിങ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് നമ്മൾ ഒത്തിരി സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എവിടേക്കെങ്കിലും മാറിയിരുന്നിട്ട് ഒരു 5 കാര്യങ്ങൾ, സാധനങ്ങൾ, മെറ്റീരിയൽ കാണുന്നു, പറയുന്നു. 4 കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു, അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്യുന്നു, 2 കാര്യങ്ങൾ നമ്മൾ മണത്തറിയുന്നു, 1 കാര്യം നമ്മൾ രുചിച്ചറിയുന്നു. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കാഴ്ച, കേൾവി, സ്പർശനം, അതുപോലെ തന്നെ നമ്മൾ സ്മെല്ല് ചെയ്യുന്നത്, രുചിച്ചറിയുന്നത്, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലിസണിങ് ടു മ്യൂസിക്, നല്ല മ്യൂസിക്കുകൾ കേൾക്കുക. പിന്നെ ചുമ്മാതെ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട്, സീനറി കണ്ട് ഒരു യാത്ര പോവുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു കൂട്ടായിരിക്കുന്ന ആരെങ്കിലും ഒന്ന് വിളിച്ച് സംസാരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സർഗാത്മക കഴിവുകളുണ്ടെങ്കിൽ, മേ ബി ഒരു ഡാൻസിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡ്രോയിങ് ആയിരിക്കാം, അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കുക, സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ നമ്മളെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളെ തന്നെ നമ്മൾ പറയുന്ന ഒരു ഫീലിംഗ് വെയ്റ്റ്ലെസ്, ആൻഡ് നമുക്ക് നമ്മളോട് തന്നെ ഒരു എംപതറ്റിക് അപ്രോച്ച്. അതായത് നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും, സാരയില്ല, പോട്ടെ എന്നൊക്കെ പറയും. അപ്പം ഇതേപോലെ തന്നെ നമ്മളോടും പറയാനായിട്ട് നമ്മൾ ഓർക്കുക, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഒരു ദൈവികത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിലുണ്ട്. അത് നമ്മൾ തന്നെ ആസ്വദിക്കാനായിട്ട് ചിലപ്പോഴെങ്കിലൊക്കെ കണ്ണാടിയിലൊക്കെ നോക്കി സ്വയം ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളോട് തന്നെ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഈ സ്ട്രെസ്സിനെയും സമ്മർദ്ദങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയൊക്കെ ഒരു പരിധിവരെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നന്ദി സിസ്റ്റർ. പുതിയൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.